ശ്രീ ദിനേശ് മംഗലശ്ശേരി, ഞാൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോൾ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ്. കൊല്ലം ജില്ലയിൽ വളരെ നന്നായി സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് കാലത്താണ് കൊട്ടാരക്കരയിൽ ഈ അനിഷ്ട സംഭവം ഉണ്ടാകുന്നത്. പാർട്ടിയുടെ നേതൃത്വത്തിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രകടനം, ആ പ്രകടനം മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൻ്റെ അടുത്തെത്തിയപ്പോൾ, താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പ്രകടനത്തിന് നേരെ കുറേ ആളുകൾ നേരിട്ട് വന്ന ആക്രമണം നടത്തുകയായിരുന്നു. അന്നത്തെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന ശ്രീ ബേബിയാണ്. അദ്ദേഹത്തോടൊപ്പം പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ള ഒട്ടനവധി നേതാക്കൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു. ജാഥയായി പോയ ഞങ്ങളുടെ ആളുകളെ കല്ലെറിഞ്ഞോടിച്ചു, അടിച്ചോടിച്ചു, അവർ ചിന്നിച്ചിതറി ഓടുകയുണ്ടായി. അവരെ പിന്തുടർന്ന് ശ്രീ ദിനേശ് മംഗലശ്ശേരിയും മറ്റാളുകളുമായി വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. മാരകമായ ആക്രമണമായിരുന്നു. അദ്ദേഹത്തെ വടി കൊണ്ട്, ഇരുമ്പ് വടി കൊണ്ട് അടിക്കുക, വെട്ടുകത്തി കൊണ്ട് വെട്ടുക, അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെട്ടിയ വെട്ട് കൈകൊണ്ട് തടഞ്ഞത് കൊണ്ടാണ് മരണം സംഭവിക്കാഞ്ഞത്. അത്ര ഗുരുതരമായ ആക്രമണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്തിനു നടത്തിയെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അതിനെപ്പറ്റി ദുരൂഹത നിലനിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന പ്രകടനങ്ങൾ, അന്ന് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ, കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടി വളരെ ദുരദൃഷ്ടമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ പോയി കരിക്ക് കുടിച്ച കാര്യം, തിരുവഞ്ചൂർ കരിക്ക് കുടിച്ച കാര്യം, കൊടിക്കുന്നിൽ സുരേഷ് എം പി അവിടുത്തെ ഹൗസ് വാമിങ്ങിന് പോയ കാര്യം, ഉമ്മൻചാണ്ടി സാറുമായി ഒരു സ്ത്രീ സംസാരിക്കുന്നതിൻ്റെ പടങ്ങൾ, ഇതൊക്കെ ബോർഡുകളാക്കി റോഡരികിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് അന്നത്തെ ഒരു പ്രകോപനം. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടമായതുകൊണ്ട് തന്നെയാണ് സത്യസന്ധമായ FIR ഇട്ട് ഈ മാരകമായ ആക്രമണങ്ങൾക്കെതിരെ വളരെ ഗൗരവമായ വകുപ്പുകളിട്ട് കേസെടുത്തത് കൊണ്ടാണ് ഈ കേസിന് ഇങ്ങനെ ഒരു വിധിയുണ്ടായി. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. കാരണം നീതിപീഠത്തിൽ നിന്ന് ജനങ്ങൾക്ക് നീതി കിട്ടും എന്ന ഒരു തോന്നൽ ഈ വിധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, കൊല്ലം ജില്ലയിൽ അഞ്ചലിലുണ്ടായ രാമഭദ്രൻ വധക്കേസിലുണ്ടായ വിധി, ആ വിധിയും ജനങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു ചിന്ത നൽകുന്നതാണ്. നീതി എവിടെയെങ്കിലും കിട്ടുമല്ലോ. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ജനങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോഴും നീതിക്ക് വേണ്ടി പോരാടുന്ന ജനങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നൊരു തോന്നൽ ഈ കോടതി വിധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ ദിനേശ് മംഗലശ്ശേരിക്കുണ്ടായ അനുഭവം, ഞങ്ങളുടെ പാർട്ടി ഓഫീസ് എല്ലാ ചില്ലുകളും തല്ലി തകർത്തു. 2.5 ലക്ഷത്തോളം 3 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് പാർട്ടി ഓഫീസിലുണ്ടായി, കൊട്ടാരക്കര പാർട്ടി ഓഫീസിൽ. ഇതിനെതിരെ ഉണ്ടായ കേസിൽ ഞങ്ങളുടെ ചില പ്രവർത്തകർ കേസിന് എതിരായ നിലപാട് സ്വീകരിച്ച് മൊഴി കൊടുത്തു എന്നൊരു കാര്യം ഈ കേസിൽ പറയുന്നുണ്ട്. ഞങ്ങളത് ആരാണെന്ന് അന്വേഷിക്കുകയും അവരോട് വിശദീകരണം ചോദിക്കുകയും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സംഘടനാപരമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും എന്നുകൂടി പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ശ്രീ ദിനേശ് മംഗലശ്ശേരി ഈ കേസിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ വളരെ വലുതാണ്. സാമ്പത്തികമായും അല്ലാതെയുമുള്ള അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടങ്ങൾ, അതിൻ്റെ നിശ്ചയദാർഢ്യം ദിനേശ് മംഗലശ്ശേരി ആത്മാർത്ഥമായി അനുമോദിക്കാൻ ഈ സന്ദർഭം DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ വിനിയോഗിക്കുന്നു. ഇത് നാട്ടിലെ നീതിബോധത്തിന് പോസിറ്റീവായ ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ വളരെ സന്തോഷമാണ്.